ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ജോഷുവയുടെ പുസ്തകം 21-ാം അധ്യായം. ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ ലേവ്യരൊഴികെയുള്ള എല്ലാ ഗോത്രങ്ങൾക്കും സ്ഥലം ഭാഗിച്ചു കൊടുക്കുന്ന കാര്യം നമ്മൾ കണ്ടു. ഈ 21-ാം അധ്യായത്തിൽ ലേവ്യരിലെ അതിൻ്റെ പ്രമാണിമാർ യോശുവയുടെയും പുരോഹിതനായ എലിയാസാറിൻ്റെയും അടുത്ത് ചെന്ന് അവർ പറയുന്നു, മോശ ജീവിച്ചിരുന്നപ്പോൾ അരുളി ചെയ്തിരുന്നു, യഹോവയുടെ കൽപ്പന പ്രകാരം ഞങ്ങൾക്ക് ഈ ഗോത്രങ്ങളുടെ ഇടയിൽ താമസിക്കുവാനുള്ള സ്ഥലവും ആടുകളെ മേയ്ക്കാനുള്ള സ്ഥലവും ഞങ്ങൾക്ക് നൽകണമെന്ന്, അതനുസരിച്ച് ഞങ്ങൾക്കതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരണമെന്ന് ലേവ്യരുടെ പ്രമാണിമാർ ചെന്ന് യോശുവയുടെയും പുരോഹിതനായ എലിയാസാറിനോടും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ മറ്റു ഗോത്രങ്ങളെപ്പോലെ ദേശത്തിൻ്റെ പ്രത്യേക അവകാശങ്ങളൊന്നും അവർക്കില്ല. എന്നാൽ അവർക്ക് ജീവിക്കണം, അവർക്ക് താമസിക്കണം, അവർക്ക് ആടുമാടുകളുണ്ട്, അതിനെ മേയിക്കണം. അതുകൊണ്ട് എല്ലാ ഗോത്രങ്ങളുടെയും ഇടയിൽ നിന്ന് കുറേ പട്ടണങ്ങൾ അവർക്ക് വേണ്ടി വേർതിരിച്ച് നൽകുകയാണ്. ഒരു ഗോത്രത്തിൽ നിന്ന് 4 പട്ടണങ്ങൾ എന്ന ശരാശരി കണക്കനുസരിച്ച് 48 പട്ടണങ്ങളാണ്. അങ്ങനെ 12 ഗോത്രങ്ങളിലെ 48 പട്ടണങ്ങൾ അതിൻ്റെ ആടുകളെ മേയ്ക്കാനുള്ളതായ സ്ഥലവും മേച്ചിൽ സ്ഥലവും ലേവ്യർക്ക് ഇവിടെ ഭാഗിച്ച് നൽകുന്നതായി നമ്മൾ കാണുന്നു. ലേവ്യർക്ക് പ്രാധാന്യം ലഭിക്കുന്നത് സീനായി മരുഭൂമി മുതലാണ്. അവിടെ മോശ പർവ്വതത്തിലേക്ക് പോയപ്പോൾ അഹറോൻ താഴെ കാളക്കുട്ടിയെ ഉണ്ടാക്കി നമ്മളെ അച്യുത കാണിച്ചപ്പോൾ മറ്റ് ലേവ്യരെല്ലാവരും മോശയോട് ചേർന്ന് നിന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് സത്യം ചെയ്തു. അതിൻ്റെ പരിണതഫലമായിരിക്കാം പിന്നീടുള്ളതായ പൗരോഹിത്യത്തിൻ്റേതായ എല്ലാ ശുശ്രൂഷകളും ലേവ്യരെ ഫലമേൽപ്പിക്കുവാൻ കാരണമായിട്ട് തീർന്നത്. അതുകൊണ്ട് ന്യായപ്രമാണവും അതിൻ്റെ ചുമതലകളും എല്ലാം നിർവഹിക്കുന്നതിനുള്ളതായ ഉത്തരവാദിത്വം ലേവ്യരെ അവിടെ ഏൽപ്പിക്കുകയാണ്. ലേവ്യർക്ക് എല്ലാ ഗോത്രങ്ങളുടെയും ഇടയിലാണ് അവകാശം കൊടുത്തത്. ഏതൊരു ഗോത്രത്തിനിടയിൽ എല്ലാ ഗോത്രങ്ങളുടെയും ഇടയിൽ 4 പട്ടണം വീതവർക്ക് അല്ലെങ്കിൽ ആവറേജ് 4 പട്ടണങ്ങൾ ലഭിക്കത്തക്കവണ്ണം അവകാശം കൊടുക്കാൻ കാരണം അവരുടെ ആ സാന്നിധ്യം അവരെ യഹോവയുടെ നിത്യസാക്ഷികളായി എല്ലായിടത്തും ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 12 ഗോത്രങ്ങളിലും അവരുടെ സാന്നിധ്യം ഉണ്ടാവണം. അതിനാണ് ദൈവം അങ്ങനെ എല്ലായിടത്തും കൂടി അവർക്ക് അവകാശം കൊടുക്കുവാനുള്ള ഒരു കാരണം. അവരുടെ ജോലി ന്യായപ്രമാണം പഠിപ്പിക്കുക, യാഗാദി കർമ്മങ്ങളൊക്കെയും ചെയ്യുക, അവരുടെ ജീവിതത്തിൽ യഹോവയുടെ കൽപ്പന പാലിച്ച് കാണിക്കുക. പുതിയ നിയമത്തിലും പൗരോഹിത്യ ശുശ്രൂഷ ഇതൊക്കെ തന്നെയാണ്. എല്ലാവരുടെയും ഇടയിൽ ഇറങ്ങിച്ചെല്ലേണ്ട വസിക്കേണ്ട ആളാണ് ഒരു പുരോഹിതൻ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുകയും പുതിയ നിയമ യാഗാദി കർമ്മങ്ങളുടെ ശുശ്രൂഷകളൊക്കെയും അവിടെ നിർവഹിക്കുകയും തങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം പുരോഹിതനുണ്ട്. അതുപോലെ പുരോഹിത ഗോത്രങ്ങൾക്കുമുണ്ട്. പുതിയ നിയമസഭയിൽ നമ്മളെല്ലാവരും പുരോഹിത വർഗമാണ്. അതിൽ ശുശ്രൂഷ പൗരോഹിത്യമാണ് നമ്മളിന്ന് വൈദികരെന്ന് പറയുന്നവർക്കുള്ളത്. എന്നാൽ എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരാണെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. കർത്താവിനോട് സ്നാനമുഖാന്തരം നമ്മളെ സംയോജിക്കുമ്പോൾ കർത്താവിൻ്റെ മഹാപൗരോഹിത്യത്തിൽ നമ്മളൊക്കെ പങ്കുവഹിക്കുന്നവരാണ്. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ഈ 3 കാര്യങ്ങളാണ്. മറ്റ് ജാതികളുടെയൊക്കെയും ഇടയിൽ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ആ ശുശ്രൂഷാപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, അത് നമുക്ക് സാധിക്കേണ്ടതാണ്.
ലേവിക്ക് 3 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്: ഗർസോൻ, കെഹാത്ത്, മെരാറി. ഇതിൽ കെഹാത്ത് കുടുംബത്തിനായിരുന്നു യാഗാദി കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ളതായ പൗരോഹിത്യ ശുശ്രൂഷ ഉണ്ടായിരുന്നത്. ബാക്കി 2 പേരുടെയും അവരുടെ തലമുറകൾ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളിൽ ഇവരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുരോഹിതനായ അഹറോൻ ഇവിടെ അവകാശം കൊടുക്കുന്നത് യെരുശലേമിനടുത്തുള്ള ഗോത്രങ്ങൾക്കിടയിലാണ്. മറ്റുള്ളവർക്ക് ഇപ്പം സമാഗമന കൂടാരം സ്ഥാപിച്ച ആ ശീലോവിനും അടുത്തും മറ്റെല്ലാ ഗോത്രങ്ങളുടെ ഇടയിലായിട്ട് അവർക്ക് അവകാശം അവിടെ നൽകുകയാണ്. 43 മുതൽ 45 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുന്നു: യഹോവ വാഗ്ദത്തം ചെയ്ത ദേശം അവർക്ക് നൽകി. അങ്ങനെ വാഗ്ദത്തം അവിടെ നിറവേറ്റുകയാണ്. ഇവരുടെ പിതാക്കന്മാരോട് യഹോവയായ ദൈവം നൽകിയ വാഗ്ദത്തം, കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം നിങ്ങൾക്ക് നൽകുമെന്നുള്ള വാഗ്ദത്തം ഇതോടുകൂടെ പൂർണ്ണമാവുകയാണ്. ഇപ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ ഇതുവരെ നമ്മൾ വായിച്ചു വരുന്നത്, യോശുവയുടെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഇതുവരെയുള്ള ആ പുറപ്പാട് മുതലുള്ള സംഭവങ്ങളുടെ ഒരു രക്തചുരുക്കമാണ് യോശുവ ഇവിടെ പറയുന്നത്. പുനരുത്ഥാനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വാഗ്ദാനം, കർത്താവ് നമുക്കൊരു ദേശം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് സ്വർഗരാജ്യം. ആ രാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ നമ്മളോട് ചെയ്തിട്ടുള്ളത്. ആ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ഞാനും നിങ്ങളും ജീവിക്കുകയാണ്. ആ സ്വർഗീയ കനാനിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നവരാണെന്ന് നമുക്കറിയാമല്ലോ. അതാണ് നമ്മുടെ അവകാശം. ആ ദേശത്തെ ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുമ്പോൾ ലേവ്യരെ മറ്റുള്ള എല്ലാ ഗോത്രങ്ങളുടെയും ഇടയിൽ എങ്ങനെ ജീവിച്ചുവോ ആയതുപോലെ നല്ല സാക്ഷ്യത്തോടും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി ഭവിക്കത്തക്കവണ്ണം ജീവിക്കാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമുക്കുള്ള അങ്ങനെ നമ്മൾ ഇത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അവകാശം നമുക്ക് ലഭിക്കുന്നത്. അതിന് നമുക്ക് ഇത് ശ്രമിക്കാം. നമ്മുടെ നോമിൻ്റെ പ്രാർത്ഥനകളും ശുശ്രൂഷകളൊക്കെ അതിന് നമ്മെ സഹായിക്കണം. വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും ഒക്കെ അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിന് നമ്മെ ദൈവം സഹായിക്കുമാറാകട്ടെ.